ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ റിലേഷൻഷിപ്പും പെർഫെക്റ്റ് ആവുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എല്ലാത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശ്നം ഉണ്ടാവാം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഓരോ നിമിഷവും ഓരോ സമയത്തും നമ്മളത് നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ കണ്ടാൽ പോലും നമ്മളത് നോട്ട് ചെയ്യണം. അതായത് ഇതൊരു പ്രശ്നമായി മാറും എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബന്ധങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം, പക്ഷേ അത് തെറ്റുകൾ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാൻ വരെ കാരണമായേക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തുറന്ന് സംസാരിക്കാതിരിക്കുന്നതാണ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ ഒതുക്കിയിരിക്കും. ചിലർ അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രം പറയുന്നുള്ളതാണ്. ബാക്കിയുള്ളതൊന്നും നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ പറയാതെ നമ്മൾ അറിയില്ല എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള ഒരാൾക്കും നമ്മൾ പറയാതെ മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കുള്ളിൽ എന്തോ വിഷമമുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. എന്നാൽ എന്താണ് ആ വിഷമത്തിൻ്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുള്ളിലുള്ളത് തുറന്ന് സംസാരിക്കുക. ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നിങ്ങളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല കപ്പിൾസും പ്രണയിക്കുന്ന പല ആളുകളും ചെയ്യാത്ത ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഇനിയിപ്പോൾ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അതായത് ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഒന്ന് മിണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ തെറ്റും, അപ്പോൾ ഈ ഒരു സ്നേഹം പോവും എന്ന് പേടിച്ചിട്ട് പലരും ഒന്നും പറയാറില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് മുഴുവനായിട്ടും പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടുണ്ടായി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ആ തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. എന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു, ഇങ്ങനെ എല്ലാ കാര്യവും നിങ്ങൾ അവരോട് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. എങ്കിലേ ആ പ്രശ്നം അവിടെ തീരുള്ളൂ. അതല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ പ്രശ്നം ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് പൊന്തി വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. അതാണ് ഒരു റിലേഷൻഷിപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലല്ലേ എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലേ അവർക്ക് അറിയുള്ളൂ എന്നുള്ളത് മനസ്സിൽ വെക്കുക. അതല്ലാതെ നമ്മളിപ്പോൾ കുറേ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്നും എൻ്റെ റിലേഷൻഷിപ്പിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തുറന്ന് പറയണം. ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകണം എന്നുണ്ട്, ഇന്നതുപോലെ ട്രാവൽ ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കണം എന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ സാധിച്ചു തന്നുവെന്നിരിക്കാം. പറയാണ്ടിരിക്കുമ്പോൾ അവർക്കത് അറിയില്ല, അവർ ചെയ്തു തരൂല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്നും ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്നില്ല, എന്തിനാണ് ഞാൻ ഇതിലേക്ക് വന്നതെന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ രീതിയിലുള്ള റെഡ് ഫ്ലാഗുകൾ നിങ്ങൾ കണ്ടു എന്ന് വരാം, പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ അവഗണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റെസ്പെക്റ്റ് കുറവ്, അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുക, ഇപ്പോൾ എഫേർട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കാതിരിക്കുക, ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, ഒരു ദിവസം നല്ല രീതിയിൽ പെരുമാറിയാൽ പിറ്റേ ദിവസം ഭയങ്കര മോശമായ രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുക. അതായത് ഒരു ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും, പിറ്റേ ദിവസം നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഇല്ല ശരിയാവും, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിട്ട് കളയും. പക്ഷെ അത് ശരിയാവില്ല. ഒരു ദിവസം നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറിയാൽ നിങ്ങളത് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ റിയലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെന്നും ഒരേപോലെ സ്നേഹിക്കുള്ളൂ, ഒരേപോലെ നമ്മളോട് പെരുമാറുള്ളൂ. അതല്ലാതെ അവർക്ക് സ്നേഹം തോന്നുമ്പോൾ മാത്രം അവർ സ്നേഹം കാണിക്കുകയും അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ തള്ളിക്കളയും ചെയ്യണമല്ല ഒരു റിയൽ ലവ് എന്ന് പറയണത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തേ പറ്റുള്ളൂ. നോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു തെറ്റ് തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. അതേപോലെ തന്നെ അസംഷൻസ്. അതായത് ഇവിടെ കാണുന്ന മറ്റൊരു തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അത്യാവശ്യം ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. മനുഷ്യനായ എല്ലാവരും അങ്ങനെ തന്നെയാണ്, കുറച്ചൊക്കെ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും, എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷൻ വരെ നമ്മൾ എത്താറുണ്ട്. ഇവർ അവരുടെ സ്റ്റോറി പറഞ്ഞ് എത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ കൺക്ലൂഷൻ എപ്പോഴേ എത്തിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ വലിയൊരു മിസ്റ്റേക്കാണ്. അതായത് അവരെങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കഥകളൊക്കെയാണിത്. നമ്മളിങ്ങനെ അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാവും, അങ്ങനെയാവും, അയാൾ ഇങ്ങനെയാവും എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. നമുക്ക് തിങ്ക് ചെയ്യാം.
ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഓവർ തിങ്ക് ചെയ്യേണ്ട. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആരെയും തെറ്റ് പറയുന്നില്ല, എങ്കിലും അതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ അവർ പറയുന്ന കാര്യങ്ങൾ അത് ആ രീതിയിൽ തന്നെ എടുക്കുക. അതല്ലാതെ നിങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത് ചിന്തിച്ച് കൂട്ടാതിരിക്കുക. ഈ ഒരു ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് കുറേ പേർക്ക് പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓവർ തിങ്കിങ് വരുമ്പോൾ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല, റിലേഷൻഷിപ്പിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓവർ തിങ്കിങ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളെ അത് ഇമോഷണലി തകർക്കുന്നുണ്ടെങ്കിൽ, തളർത്തുന്നുണ്ടെങ്കിൽ, അത് മാറണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, അതായത് ഈ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം, ഓക്കെ ആവണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും, ഓക്കെ ആവാൻ പറ്റും എന്നുള്ളതിൻ്റെ പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പ്രശ്നമുള്ളവർ ഒന്ന് ഞങ്ങളെ വിളിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓവർ തിങ്കിങ് ഒരിക്കലും ഉണ്ടാവരുത്, ഒന്നും നിങ്ങളായിട്ട് ചിന്തിച്ച് കൂട്ടാതിരിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിത്വം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. അതായത് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമ്മൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ നഷ്ടമാക്കുക എന്നുള്ളത്. നമുക്ക് കുറേ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ മാറ്റി വെക്കുന്ന ഒരു രീതി ഞാൻ കാണാറുണ്ട്. അതായത് കുറേ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിലും കാണാറുണ്ട്, റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ അവർ പറയുന്ന പോലെ ജീവിക്കുക അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുക, അത് മാത്രമായിരിക്കും നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം അതായിരിക്കും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളെ നിങ്ങൾ കെയർ ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. ഇതൊന്നും മറ്റാരും വന്ന് ചെയ്തു തരുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നിങ്ങളായിട്ട് നിങ്ങളെ നഷ്ടമാക്കാതിരിക്കുക. പണ്ടത്തെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ എന്നുള്ളത് പലരും പറയാറുണ്ട്. അതില്ലാണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് എപ്പോഴും ഒരേപോലെ ആയിരിക്കാൻ പറ്റും. അത് നമ്മൾ തന്നെ ട്രൈ ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ഓരോ പ്രായം കൂടുന്തോറും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്മൾ മാനസികമായിട്ട് ചിലപ്പോൾ നമ്മൾ മെച്യൂർഡ് ആവാം, ചിലപ്പോൾ നമ്മൾ ആ ഒരു മെച്യൂരിറ്റി കുറച്ച് കുറഞ്ഞു പോകാം, സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. എങ്കിലും നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവശ്യം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരു സാക്രിഫൈസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് പോവുക. ഒരിക്കലും ഹാപ്പിനെസ് ഉണ്ടാവില്ല. അത് വലിയൊരു മിസ്റ്റേക്കാണ്. പോകെ പോകെ നിങ്ങൾക്ക് വല്ലാണ്ട് റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കാം. അപ്പം അതിനുള്ളൊരു അവസരം ഇല്ലാണ്ടാക്കുക. അഞ്ചാമതൊരു കാര്യം എന്ന് പറയുന്നത് അപ്രിസിയേഷൻ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് കുറേ പേര് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, അവർ നല്ല കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു നല്ല കാര്യമാണ് ഇവർ ചെയ്തതെന്നുള്ളത്. പക്ഷെ നമ്മളത് ഓപ്പണായിട്ട് പറയില്ല. ഇതിപ്പോൾ എൻ്റെ ആളാണല്ലോ, ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ട്, പറഞ്ഞേ പറ്റുള്ളൂ. അവർ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയണം. അവരത് കേൾക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വായ കൊണ്ടായിരിക്കും. അതായത് നിങ്ങളത് പറഞ്ഞാൽ അവർക്കത് ഏറ്റവും കൂടുതൽ സന്തോഷമാവും എന്നുള്ളതാണ്. മറ്റൊരാൾ പറയുന്നതിനേക്കാൾ ഇരട്ടി സന്തോഷം നിങ്ങൾ പറയുമ്പോൾ കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളാണ് അവരെ സന്തോഷിപ്പിക്കേണ്ടത്, നിങ്ങളാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ഒക്കെ അപ്രിസിയേഷൻസ് നൽകുക. ഒറ്റ പ്രാവശ്യം അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്ന സമയത്ത് ഒരു നന്ദി വാക്ക്, അതേപോലെ അവർ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ വളരാനുള്ള പ്രചോദനമാക്കി മാറ്റാണ് ചെയ്യണത്. അതായത് അത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും നിങ്ങളിൽ നിന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കും. വീണ്ടും അവർ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ അപ്രിസിയേഷൻ കൊടുക്കുക. അതില്ലാത്ത ജീവിതം വളരെ മോശമായ രീതിയിലാണ് പോവുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു ലവ് മാത്രം പോരാ, ട്രസ്റ്റ് വേണം, അതേപോലെ തന്നെ എഫേർട്ട് ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇതൊക്കെ ഒരുമിച്ച് വരണം. എല്ലാം ഈക്വൽ ആയിട്ടുണ്ടെങ്കിലേ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, തിരുത്താൻ ശ്രമിക്കുക, എന്നിട്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ബന്ധം എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ പോട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്